വാ വാച്ചിക്കൊരു ഗിഫ്റ്റ്. അയ്യോ എന്റേതല്ല, ബൈക്കിൽ വന്ന ഒരാള് തന്നതാ. ഹെൽമെറ്റും ജാക്കറ്റും ഒക്കെ ഇട്ടിരുന്നോണ്ട് മുഖം മനസ്സിലായില്ല. അയ്യോ സൂക്ഷിക്കണേ, ബോംബോ മറ്റോ ആണെങ്കിലോ. ഹായ്, ലിപ്സ്റ്റിക് കൊള്ളാം. സിഗരറ്റോ? കൊള്ളാലോ. ഫേഷ്യലിന്റെ ബോക്സിൽ ഷേവിംഗ് ക്രീമും ബ്രഷും. സോപ്പ് പറ്റിയോ? നോക്കട്ടെ നോക്കട്ടെ. ഹായ് മീശ. ഇത് വീട് മാറിപ്പോയതാ. നല്ല കള്ളരിപ്പ മീശ, കുഞ്ഞിന് ചേരി. ഇത് മനഃപൂർവ്വം തന്നതാ, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ. ഞാൻ പോലും അറിയാത്ത എന്റെ ബർത്ത്ഡേ ഇത്ര കൃത്യമായി ഓർത്തിരിക്കുന്നെങ്കിൽ ഇത് അവൻ തന്നെയാ, ആ തെണ്ടി. Okay, Sanjay. See you tomorrow. Bye-bye. Bye. Hi, Sanjay. Sir. Relax. എടാ കഴുതേ, നിന്നെ തന്നെയാണ് തെണ്ടി. Nice, huh? ഇങ്ങോട്ട് വാ ഡാഷേ. वो लड़की कौन? She's my best friend. Oh. എടാ കഴുതേ, തെണ്ടി, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരണതാ നല്ലത്. टेंडी कल्दे. इसका मतलब क्या है? That means you are looking good, indulgent, and so on. Oh, thank you. എടാ പട്ടി. What pati? She says you are looking handsome. അതല്ലടാ മരപ്പട്ടി. Marapati? You look more handsome in the white dress. कौन मैं? Yeah, ഇത് എന്റെ വക ആപ്പ്. Come. പട്ടിക മാമനുണ്ട്. Thank you. I'm Tendi Patti Kalde Marapati. Thanks for your compliment. Shall we? Oh yes, carry on. Thank you. വാടി പൂത്തങ്കീരി, ഇങ്ങോട്ട് വാടി. ഒരുമാതിരി ചന്ത കൾച്ചറായിട്ട് വന്നാണ്ടല്ലോ. ആ സർദാർജിക്ക് മലയാളം അറിയാത്ത എന്റെ ഭാഗ്യം. നിന്നെ നാട്ടിക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്. കിട്ടി നിന്റെ ഗിഫ്റ്റ്. ഇടി, നിനക്ക് അർഹതപ്പെട്ടത് തന്നെ ഞാൻ സമ്മാനിച്ചത്. ജന്മം കൊണ്ടെങ്കിലും ഒരു പെണ്ണല്ലേ നീ. അല്പം അടക്കത്തിലും ഒതുക്കത്തിലൊക്കെ നടന്നാലെന്താ? എനിക്ക് ആരുടെ ഉപദേശം കേൾക്കണ്ട. ആരെന്നെ നട ആനച്ചന്തം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു മാതിരി. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എടി, നീ ചൂടാൻ വേണ്ടി പറഞ്ഞതല്ല. കുസൃതിയും കുശുമും കൂടപ്പുറപ്പാണെങ്കിലും എന്റെ ആ പഴയ കളിക്കൂട്ടുകാരിയെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും പെണ്ണായിട്ട് കാണണമെന്നൊരു ചെറിയ ആഗ്രഹമുള്ളതുകൊണ്ട്. അയ്യടാ, ഒലിപ്പിക്കല്ലേ. സത്യടി, നീലക്കുറിഞ്ഞി പൂവിനെ പോലെ ആഘോഷിക്കാൻ വിധിക്കപ്പെട്ട നിന്റെ പിറന്നാൾ ദിനത്തില് മനസ്സറിഞ്ഞ് ഞാനൊരു സമ്മാനം പ്രത്യേകം തരുന്നുണ്ട്. തരട്ടെ. ഡോർ ഓർക്കട്ടെ. എന്താ A gift for you. വീണ്ടും എന്നെ പറ്റിക്കാനാ? നീ വീട്ടിൽ ചെന്ന് സമാധാനമായിട്ട് തുറന്നു നോക്ക്. മോശമായിട്ട് എന്തെങ്കിലും ഇതിൽ കണ്ട പിന്നെ ലൈഫിൽ നീ എന്നോട് മിണ്ടണ്ട. Many many happy returns of the day. Thank you. ഒരു ഗിഫ്റ്റ്. നമ്മുടെ പങ്കം മങ്കിയായി അല്ല, പങ്കം പിങ്കിയായി. നോക്കിയേ. എങ്ങനെയുണ്ട് എന്റെ ഫാഷൻ ഷോ? ഇതൊരു റിഹേഴ്സലാ. ശരിക്കുള്ള ഷോ വരണേ ഉള്ളൂ. ബൈ. ഒരു ശസ്ത്രക്രിയ പോലുമില്ല നമ്മുടെ പങ്കം പിങ്കിയായി. എന്താണ് എന്റെ ബയോളജിക്കൽ സീക്രട്ട്? എന്നാ പറ. ഞാൻ പറഞ്ഞുതരാടാ തെണ്ടി. ഈ മുതൽ ഇവിടെ ഉണ്ടാവില്ല. എനിക്ക് ഒരു സീക്രട്ടും അറിയണ്ടേ. അച്ഛാ വേണ്ട. കൊണ്ട് തിരിച്ചറിയരുത്.
ഇന്നലെ എവിടെ വെച്ചത് ഞാനത്? നീ എപ്പോ വന്നു? ഒരു ഫയൽ എവിടെ വെച്ചെന്ന് എനിക്ക് ഒരു ഓർമ്മയില്ല. നീ ഇയാൾക്ക് എന്നെ ഒന്ന് നോക്കിയാലെന്താ? ഞാൻ നോക്കിയല്ലോ. ഇന്ന് ഓഫീസിൽ ഇൻസ്പെക്ഷൻ ഉള്ളതാ. ഒരു ഓഫീസർ ജാട കണ്ടാ തോന്നും ഇന്ത്യൻ നേവി മുഴുവൻ ഇയാളുടെ കൺട്രോളിലാണെന്ന്. കൊടുത്തിറങ്ങി വന്ന എന്നെ വേണം പറയാൻ. നാളത്തെക്കാള് നിന്റെ മുഖത്തിന് ചേരുന്നത് ആ കുറുമ്പുണ്ടല്ലോ, അത് തന്നെയാ. ഒരു ഗിഫ്റ്റും കൂടി തരട്ടെ. കൊഞ്ചല്ലേ? ാളും സന്തോഷത്തിലാണ് അവന്റെ വീട്ടുകാര്. നമ്മുടെ തറവാട്ടില് പന്തലിട്ട് കേവുമായിട്ട് തന്നെ നടത്തണം. എന്റെ ഒരു ആഗ്രഹ. തീയതി പെട്ടെന്ന് നിശ്ചയിച്ച പോയി വിളിക്കാനും എഴുത്തയക്കാനും ഒക്കെ ഒരു സൗകര്യമായിരുന്നു. പിന്നെ അറിയിച്ചില്ല, നേരാമണ്ണം വിളിച്ചില്ല എന്ന പരാതി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. സത്യം പറയാലോ, ഇപ്പോഴാ ഞാൻ നിന്നിലൊരു അമ്മയെ കാണുന്നത്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അത്രയ്ക്കേറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഈശ്വരന്മാര് കാത്തോളൂ. അങ്ങനെ വിളിക്കരുത് എന്നെ. ഒരിക്കൽ നിന്റെ അമ്മയായിട്ട് എന്റെ ജീവിതം തകർത്തു. ഇപ്പൊ നീയായിട്ട് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. യാചിക്കുകയാണ്. എന്റെ മോളുടെ ജീവിതം നീയായിട്ട് ഇല്ലാതാക്കരുത്. എന്റെ ഗതി എന്റെ മോൾക്ക് വരുത്തരുത്. എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ ആരാ? എനിക്കറിയണം. ആരാ ഞാൻ? അറിയാം. അമ്മയുടെ മോളല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? എനിക്ക് അറിയാൻ പറ്റുള്ളൂ. മോളെ കുടുംബത്തിൽ ഞാൻ ആരാ? അവള് പറഞ്ഞു സത്യ, നീ അവളുടെ മോളല്ല. എന്നെങ്കിലും നീ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം മനഃപൂർവ്വം നിന്നിൽ നിന്ന് മൂടി വെക്കുകയായിരുന്നു. നിന്റെ അച്ഛനു വേണ്ടി, എന്റെ മോന് വേണ്ടി, അവളുടെ ഭർത്താവിന് വേണ്ടി. അന്ന് നിന്റെ അച്ഛൻ പൂനെയിലായിരുന്നു, രാജലക്ഷ്മി ഡൽഹിയിൽ. പൂജ മോൾക്ക് 1 വയസ്സ് പ്രായം. മേജർ സാഹബ് ബാഹർ ഗയേ ഹൈ. എനിക്കറിയാം ഇപ്പൊ എവിടെയാണെന്ന്. വണ്ടി എടുക്ക. രാജലക്ഷ്മി, എന്താ ഇത്? അവൻ എന്തായാലും ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് കണ്ടാ പോരാ. എനിക്ക് ഇപ്പൊ തന്നെ നേരിൽ കാണണം.
പലതും കേട്ടു. സ്വന്തം ഭർത്താവിന്റെ രഹസ്യബന്ധം നേരിൽ കണ്ടു തന്നെ വിശ്വസിക്കണമെന്ന് തോന്നി. തൃപ്തിയായി. വേണ്ട, ഈ നിമിഷം മുതൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു. പക്ഷെ എന്നെയും എന്റെ മോളെയും വഞ്ചിച്ച് നിങ്ങളെ സുഖമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ശവം കൂടി നിങ്ങൾ കാണേണ്ടി വരും. അതെ, ദൈവ സത്യമായിട്ട് ഞാൻ പറയാ, ആ കടുങ്കൈ ഞാൻ ചെയ്യും. എന്തിനാടാ ആ പാവത്തിനോട് ഈ ദ്രോഹം ചെയ്തത്? അച്ഛാ വേണ്ട, അവള് പറഞ്ഞതുപോലെ ഈ നിമിഷം മുതൽ എനിക്ക് ഇങ്ങനൊരു മകനില്ല. वो औरत तुम्हारी पत्नी है क्या? यूं तुम दोनों ने मिलकर उस बेचारी को धोखा दे दिया। क्या तुम पहले से ये बात जानती हो? बोलो, कहो। मैं जानती थी। उस औरत के आंसू एक बच्चे को भी श्रापित कर देगा। तुमने हमारे कुल का नाम मिट्टी में मिला दिया. അന്ന് രാത്രിയാണ് ആ ദുരന്ത വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. നിന്റെ അമ്മയുടെ ജഡമായിരുന്നു പിന്നീട് ഞങ്ങൾ കണ്ടത്. ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇരുവരും സ്വയം ഏറ്റെടുത്തു. എന്റെ മോളെ വളർത്തും, ഒന്നും അവളെ അറിയിക്കരുത്. അന്ന് നെഞ്ചിലേറ്റിയതാ അവൾ നിന്നെ. പിറ്റേന്ന്